എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷൈജു. അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയുടെ നോട്ടിഫിക്കേഷൻ എന്നാണ് വരുന്നത്, എന്താണ് ആ ജോലിയുടെ സ്വഭാവം, ആ ജോലിയുടെ പ്രൊമോഷൻ സാധ്യതകൾ എന്തൊക്കെയാണ്, ആ ഒരു തസ്തികയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ സാലറി സ്കെയിൽ എന്താണ്, മറ്റുള്ള പരീക്ഷകളിൽ നിന്ന് വിഭിന്നമായിട്ട് ഈ പരീക്ഷയ്ക്ക് എന്താണ് പ്രത്യേകത എന്നുൾപ്പെടെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാം ഒരുപോലെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട തസ്തിക കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരാൻ പോവുകയാണ്. ആ ഒരു പരീക്ഷ അല്ലെങ്കിൽ ആ ഒരു തസ്തിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിവറേജസ് കോർപ്പറേഷനിലെ LD എന്ന് പറഞ്ഞ തസ്തികയാണ്. അപ്പം നമുക്കറിയാം എന്തുകൊണ്ടാണ് ഈ തസ്തിക നമ്മൾ ഈ വർഷം അവസാനം പ്രതീക്ഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇതിന്റെ റാങ്ക് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോയിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ 2025 അവസാനത്തോടുകൂടി പ്രതീക്ഷിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട 10th ലെവൽ തസ്തികയാണ് ഈ പറയുന്ന ബിവറേജസ് കോർപ്പറേഷനിലെ LD പരീക്ഷ. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് തസ്തികകൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പരീക്ഷയാണ്. ആ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തികയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ്, തസ്തികയുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് കാര്യങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വരാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ആണ് ഈ പറയുന്ന ബിവറേജസ് കോർപ്പറേഷനിലെ LD പരീക്ഷ. അതിനുശേഷം നമ്മൾ പ്രതീക്ഷിക്കുന്ന നമ്മുടെ കമ്പനി ബോർഡ് LGSന്റെ പരീക്ഷയുണ്ട്. അത് ഒരു 10th ലെവൽ പരീക്ഷയാണ്. അതേപോലെ തന്നെ നമ്മുടെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ വരാനിരിക്കുന്നു, അതും ഒരു 10th ലെവൽ പരീക്ഷയാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്ന 2025-2026 കൂടി നമ്മൾ ഒരു 10th ലെവൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ വരാൻ പോകുന്ന നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് LGS, ബിവറേജസ് കോർപ്പറേഷൻ LD, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഉൾപ്പെടെയുള്ള ഇത്തരം തസ്തികകളാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ ഈ ബിവറേജസ് കോർപ്പറേഷനിലെ നിയമനങ്ങൾ നമുക്കറിയാം. ബിവറേജസ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോർപ്പറേഷന്റെ കീഴിൽ വരുന്ന ഒരു സ്ഥാപനമാണ്. പൊതുഖജനാവ്, നമ്മുടെ സർക്കാരിന്റെ പൊതുഖജനാവിന്റെ 50% ഇൻകം വരുന്നത്, വരുമാനം വരുന്നത് ബിവറേജസ് കോർപ്പറേഷനിലാണ്. KSRTC പോലെ നഷ്ടത്തിൽ പോകുന്ന ഒരു സ്ഥാപനമേ അല്ല. ഓരോ വർഷം കഴിയുന്തോറും വിറ്റുവരവ് വളരെ വലുതാണ്, ലാഭവിഹിതം വളരെ വലുതാണ്. സർക്കാരിലേക്ക് വരുന്ന വലിയൊരു ഇൻകം നമ്മുടെ ബിവറേജസ് കോർപ്പറേഷനിലാണെന്നുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കണം. സോ മാത്രമല്ല, കഴിഞ്ഞ നമ്മുടെ 2021 ഹൈക്കോടതി വിധി പ്രകാരം കേരളത്തിലുള്ള ആളുകൾക്ക് അത്ര തന്നെ അവർക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിലുള്ള അത്ര തന്നെ ബിവറേജസ് ഔട്ട്ലെറ്റുകളില്ല, അതൊക്കെ വർദ്ധിപ്പിക്കണം, എണ്ണം കൂട്ടണം എന്നൊക്കെയുള്ള വിധിയൊക്കെ വന്നതാണ്. അപ്പൊ അതുകൊണ്ട് വലിയ സാധ്യതകളാണ് നമ്മുടെ മുമ്പിലെ ബിവറേജസ് കോർപ്പറേഷനിൽ കാണുന്നത്. അപ്പോൾ ഈ ഒരു തസ്തികയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് നെഗറ്റീവ് റിവ്യൂസ് പറയുവാനുണ്ടാവും, സ്വാഭാവികമാണ്. അതായത് തസ്തികയിലെ നിലവിൽ പോലും നല്ല രീതിയിൽ നിയമനങ്ങൾ നടക്കുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റൊരു കാര്യം സൂചിപ്പിക്കട്ടെ, റാങ്ക് ലിസ്റ്റിന്റെ ആദ്യ ഭാഗത്താണ് നിങ്ങളുടെ പേര് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടും, അത്രേ ഉള്ളൂ. വേറൊന്നും ഞാൻ അവരോട് പറയുവാനില്ല. അതല്ല നിങ്ങൾ നെഗറ്റീവ് അടിക്കാനാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മളിങ്ങനെ നെഗറ്റീവ് അടിച്ചുകൊണ്ടേ ഇരിക്കത്തേ ഉള്ളൂ. നിങ്ങളുടെ പേര് റാങ്ക് ലിസ്റ്റിന്റെ ആദ്യ ഭാഗത്താണോ കിടക്കുന്നത്, തീർച്ചയായിട്ടും ജോലി കിട്ടും. നിങ്ങളുടെ പേര് റാങ്ക് ലിസ്റ്റിന് നടുക്കോ അല്ലെങ്കിൽ ഏറ്റവും അവസാനമാണ് കിടക്കുന്നതെങ്കിൽ വലിയൊരു ജംബോ ലിസ്റ്റാണ് ഇട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ജോലി കിട്ടണം എന്ന് നിർബന്ധമില്ല. അപ്പൊ നമ്മളെപ്പോഴും മറ്റുള്ള ആളുകൾ പറഞ്ഞ നെഗറ്റീവ് കാര്യങ്ങളുടെ പിറകിന് പോകാതെ നമ്മൾ ആ തസ്തികയുടെ നോട്ടിഫിക്കേഷൻ വരുമല്ലോ, വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് അവിടെ ചെയ്യേണ്ടത്. അല്ലാതെ ആളുകൾ ഇങ്ങനെ പറയുന്നു ഇതിന് നിയമനം ഒന്നും നടക്കത്തില്ല, അതുകൊണ്ട് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുൾപ്പെടെയുള്ള നെഗറ്റീവ് കാര്യങ്ങളുടെ പിറകിനാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ അങ്ങനെ പൊക്കോണ്ടിരിക്കും. സാമാന്യം ബുദ്ധിയുള്ള ഒരുത്തൻ എന്തോ ചെയ്യും, അവൻ എന്തായാലും വിചാരിക്കും എന്തായാലും നോട്ടിഫിക്കേഷൻ വന്നു, ഒരു വേക്കൻസി എങ്കിലും കാണുമല്ലോ, അപ്പൊ എന്ത് ചെയ്യണം, എനിക്ക് എന്തായാലും ഒരു വേക്കൻസിയെ കിട്ടത്തുള്ളൂ, അപ്പൊ എന്ത് ചെയ്യണം, ഞാൻ നന്നായിട്ടിരുന്ന് പഠിക്കുക, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതാണ് സാമാന്യ ബുദ്ധിയുള്ള ഒരു വ്യക്തി ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ അവൻ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള റിവ്യൂസിന്റെ പുറകിന് പോകാതെ വരാൻ പോകുന്ന ഏത് നോട്ടിഫിക്കേഷൻ ആണോ വരാൻ പോകുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് വളരെ ഭംഗിയായിട്ട് പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് യാഥാർത്ഥ്യതയാണ്. അപ്പോൾ 2025-2026 പ്രതീക്ഷിക്കുന്ന നമ്മുടെ
ബിവറേജസ് എൽ ഡിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലെ കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. നമുക്കറിയാം, ബിവറേജസ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയൊരു കോർപ്പറേഷനാണ്. അപ്പോൾ സർക്കാരിന്റെ ഏറ്റവും വലിയ സമ്പത്ത് അല്ലെങ്കിൽ സർക്കാരിലേക്ക് വരുന്ന ഏറ്റവും വലിയ റവന്യൂ 50% റവന്യൂ വരുന്നത് ഈ പറയുന്ന കോർപ്പറേഷൻ ആണെന്നുള്ള കാര്യം കൂടെ ഓർമ്മയിൽ ഉണ്ടാവണം. ഇവിടെ 6 റീജിയണൽ ഓഫീസുകളാണ് നമുക്കുള്ളത്. അതേപോലെ തന്നെ 26 വെയർഹൗസസ് ഉണ്ട്, 278ഓളം ഔട്ട്ലെറ്റുകളുണ്ട്. അതേപോലെ അതിനകത്ത് 96 എണ്ണം സെൽഫ് സർവീസ് ആണ്. ഏറ്റവും കൂടുതൽ ഔട്ട്ലെറ്റുകൾ ഉള്ളത് എറണാകുളം ജില്ലയിലും ഏറ്റവും കുറവ് ഔട്ട്ലെറ്റുകൾ ഉള്ളത് വയനാട് ജില്ലയിലുമാണെന്നുള്ള കാര്യം കൂടെ ഓർമ്മയിൽ ഉണ്ടാവണം. എറണാകുളം ജില്ലയിലെ 36 ഔട്ട്ലെറ്റുകളും വയനാട് ജില്ലയിലെ 6 ഔട്ട്ലെറ്റുകളുമാണ് ഏറ്റവും കുറവുള്ളത്. മാത്രമല്ല, നമുക്കറിയാം കോവിഡിന് ആ ഒരു ടൈമിൽ തന്നെ ബിവറേജസ് കോർപ്പറേഷനിലേക്ക് നമ്മൾ ഇങ്ങനെ ഓർഡർ ചെയ്യുവാനൊക്കെ ഒരു ആപ്പ് കൂടി അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരാണ് ബെവ്ക്യൂ എന്ന് പറയുന്ന ആപ്പ്. സോ ബെവ്ക്യൂ ആപ്പൊക്കെ ഉള്ള ഒരു വലിയൊരു സ്ഥാപനം കൂടിയാണ് ബിവറേജസ് കോർപ്പറേഷൻ എന്നുകൂടി നിങ്ങൾ ഓർത്തിരിക്കണം. അതേപോലെ തന്നെ പിന്നെ നമുക്ക് എപ്പോഴും വലിയൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ബിവറേജസ് കോർപ്പറേഷനിലെ സ്റ്റാഫ് പാറ്റേൺ നിലവിൽ വരുന്നത് 2021 2021 ഒരു സ്റ്റാഫ് പാറ്റേൺ അവർ കൊണ്ടുവരുന്നത്. അവിടെ നമ്മളിപ്പോ ഒരു PSC പരീക്ഷ എഴുതിക്കൊണ്ട് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ചില അവസ്ഥകളുണ്ട്. അതിലൊന്ന് ബിവറേജസ് കോർപ്പറേഷനിലെ OA പരീക്ഷ. 7ാം ക്ലാസ് പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എഴുതാൻ സാധിക്കുന്നത് അതൊരു പ്രത്യേക നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അതാണ് OA എന്ന് പറയുന്ന ഒരു പരീക്ഷ. അത് നിങ്ങൾക്ക് എഴുതി കയറാൻ പറ്റും, ഡയറക്റ്റ് ആയിട്ട് കയറാൻ പറ്റും. കേരള PS നടത്തുന്ന ഒരു പരീക്ഷ എഴുതിയാൽ നിങ്ങൾക്ക് OA കയറി പോകാൻ സാധിക്കും. അതേപോലെ തന്നെ അതാണ് നമ്മുടെ കമ്പനി ബോർഡ് കോർപ്പറേഷൻ LGS എന്ന് പറയുന്ന ഒരു പരീക്ഷ. പിന്നെ വരുന്നത് LDC, ഡയറക്റ്റ് ആയിട്ട് വരുന്ന മറ്റൊരു റിക്രൂട്ട്മെന്റ് ആണ്. ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള മറ്റൊരു ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. പിന്നെ വരുന്നതാണ് നമ്മുടെ സീനിയർ അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു തസ്തികയുണ്ട്. അതായത് കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് ഉണ്ടല്ലോ, ആ അസിസ്റ്റന്റ് പരീക്ഷ എഴുതിയാല് നമുക്ക് സീനിയർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്ന് പറയുന്ന തസ്തിക നിർത്തലാക്കിക്കൊണ്ടാണ് സീനിയർ അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു തസ്തിക നിലവിൽ വരുന്നത്. അപ്പൊ സീനിയർ അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ചെന്നെത്താൻ സാധിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാല് ഒരു പരീക്ഷ എഴുതി നമുക്ക് പെട്ടെന്ന് കയറാൻ സാധിക്കുന്ന 3 തസ്തികകൾ എന്ന് പറഞ്ഞാല് ഒന്ന് OA, മറ്റൊന്ന് LD, മറ്റൊന്ന് അസിസ്റ്റന്റ്. സാധാരണ OA ആയിട്ട് കയറുന്ന ഒരു വ്യക്തി അവൻ സ്വാഭാവികമായിട്ടും ഡിപ്പാർട്ട്മെന്റ് എക്സാം എഴുതി അവൻ LD ആവാൻ പറ്റും, UD ആവാൻ പറ്റും, സീനിയർ അസിസ്റ്റന്റ് ആകാൻ പറ്റും, അസിസ്റ്റന്റ് മാനേജർ ആകാം, ഏറ്റവും അവസാനം റീജിയണൽ മാനേജർ വരെ ആകാൻ സാധ്യതയുള്ള വലിയൊരു പ്രൊമോഷൻ ഉള്ള ഒരു തസ്തിക കൂടിയാണ് ഈ ബിവറേജസ് കോർപ്പറേഷനിൽ വരുന്നത്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് LD ആയിട്ട് കയറുന്ന ഒരു വ്യക്തി ഒരു 2 വർഷം കഴിയുമ്പോൾ തന്നെ അവൻ UD ആയിട്ട് മാറുന്നു. പിന്നെ ഒരു 4 വർഷം കൂടെ കഴിയുമ്പോൾ അവൻ അസിസ്റ്റന്റ് ആയിട്ട് അങ്ങ് മാറുവാണ്. ഏകദേശം ഒരു 6 വർഷം കൊണ്ട് LD ആയിട്ട് കയറുന്ന ഒരു ഉദ്യോഗാർത്ഥി ഉദ്യോഗം കിട്ടിയ ഒരുത്തനെ പെട്ടെന്ന് ഒരു 6 വർഷത്തിനുള്ളിൽ തന്നെ അവനെ സീനിയർ അസിസ്റ്റന്റ് ആയിട്ട് മാറാൻ സാധിക്കും. ശമ്പളത്തിന്റെ സ്കെയില് മാറും. പിന്നെ ജോലി സ്വഭാവം എല്ലാം ഒരേപോലെ തന്നെയാണ്. അതെന്ന് പറഞ്ഞാൽ ഒരു കച്ചവട സ്ഥാപനമാണ്. നിങ്ങൾ സെയിൽ നടത്തണം. അതേപോലെ ബിൽഡിംഗ് നിങ്ങളുടെ കൺട്രോളിലായിരിക്കും. ബിൽഡിങ്ങിന്റെ മുഴുവൻ ഉത്തരവാദിത്വം നിങ്ങളിലായിരിക്കും. അതേപോലെ സെയിൽ നടത്തുക എന്നൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അവിടെ ഓർത്തിരിക്കേണ്ടത്. അത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇതാണ് പ്രൊമോഷൻ സാധ്യതകൾ. ഈ പറയുന്ന ബിവറേജസ് കോർപ്പറേഷനിലെ പ്രൊമോഷൻ സാധ്യതകളെ കുറിച്ചുള്ള ഒരു ഏകദേശ ഐഡിയ നിങ്ങളുടെ മുമ്പിൽ എപ്പോഴും ഉണ്ടാകണം. ഇനി എല്ലാവർക്കും അറിയേണ്ട മറ്റൊരു കാര്യമാണ്, സർ ഈ ബിവറേജസ് കോർപ്പറേഷനിലേക്ക് ജോലിക്ക് കയറുന്ന സമയത്ത് ലീവിന്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് എല്ലാ ഈ ചുമന്ന ഈ അക്ഷരങ്ങൾ കാണുന്ന നമ്മുടെ കലണ്ടറിനകത്ത് ചുമന്ന അക്ഷരങ്ങൾ കാണുന്നതെല്ലാം സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവധിയാണല്ലോ. അപ്പൊ ഇതും നമുക്ക് ബിവറേജസിലും അതൊക്കെ സ്വാഭാവികമായിട്ടും അങ്ങനെ അവധികൾ കിട്ടാറുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അവധികൾ വരുന്നത്, എങ്ങനെയാണ് ജോലി സമയം, ഇതൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. ആദ്യമേ ഞാൻ പറഞ്ഞോട്ടെ, ഈ ജോലി സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധാരണ നമ്മളൊരു സർക്കാർ ഓഫീസിലെ ജോലി സമയം എങ്ങനെയാ 10 മണി മുതൽ 5 മണി വരെ അല്ലേ.
പക്ഷെ ഇവിടെ അങ്ങനല്ല. ഇവിടെ 10 മണി മുതൽ 5 മണി വരെയാണ് റീജിയണൽ ഓഫീസുകളിലും അതേപോലെ വെയർ ഹൗസുകളിലും 10 മണി മുതൽ 5 മണി വരെയാണ് വർക്കിംഗ് ടൈം. പക്ഷെ ഔട്ട്ലെറ്റുകളിലെ രാത്രി 9 മണി വരെയാണ് പ്രവൃത്തി സമയം. അതായത് രാവിലെ 10 മണി മുതൽ രാത്രി 9 മണി വരെയാണ് ഔട്ട്ലെറ്റിൽ ജോലി ചെയ്യുന്ന ആളുകൾ നിൽക്കേണ്ടത്. അല്ലെങ്കിൽ അവരുടെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ രാവിലെ 10 മണി മുതൽ രാത്രി 9 മണി വരെയാണ് നിൽക്കേണ്ടത്. ഇവിടെ വൈകുന്നേരം 5 മണി മുതൽ രാത്രി 9 മണി വരെയുള്ള സമയമുണ്ടല്ലോ, അതിന് പ്രത്യേകം അലവൻസ് കിട്ടാറുണ്ട്. അതിനെയാണ് നമ്മൾ ഷോപ്പ് അലവൻസ് എന്ന് പറയും. അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. അപ്പൊ ഇങ്ങനെയാണ് ജോലിയുടെ സ്വഭാവം. അപ്പോൾ ഈ ജോലിക്ക് നമ്മൾ കൂടുതലും പറഞ്ഞ LD ആയിട്ട് വരുന്ന ഒരു വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും അവന് ഇപ്പോ നമ്മുടെ ഔട്ട്ലെറ്റുകളിലായിരിക്കും അവന്റെ നിയമനം നടക്കുന്നത്. ഒരു ഔട്ട്ലെറ്റിലെ സ്വാഭാവികമായിട്ടും ഒരു 2 മുതൽ 3 LD വരെയൊക്കെ നിയമിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മുടെ നിയമനം നടക്കാൻ പോകുന്നത് ഒരു ഔട്ട്ലെറ്റിലാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. വെയർഹൌസിൽ നിൽക്കുന്ന ആളുകൾക്കും ഔട്ട്ലെറ്റിൽ നിൽക്കുന്ന ആളുകൾക്കും സാലറിയിലെ വലിയ മാറ്റമാണ് ഉള്ളതെന്നുള്ള കാര്യം കൂടെ ഓർമ്മയിൽ ഉണ്ടാവണം. കാരണം ഷോപ്പ് അലവൻസ് കിട്ടുന്നത് ഔട്ട്ലെറ്റിൽ നിൽക്കുന്ന ആളുകൾക്ക് മാത്രമാണ്. നമുക്ക് വരുന്നത് ആഴ്ചയിലെ ഒരു ദിവസം അവധി എടുക്കാം. അതിപ്പോ ഞായറാഴ്ച തന്നെ അവധി കിട്ടണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള ഒരു ദിവസം, അതായത് അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് സഹകരണ മനോഭാവത്തോടു കൂടി ഇന്നൊരാൾ അവധി എടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അവധി എടുക്കാൻ പറ്റും. അങ്ങനെ, അതായത് താളം തെറ്റാൻ പാടില്ല. ഒരാൾ സാധനം വാങ്ങിക്കാൻ അവിടെ വരുന്ന സമയത്ത് അവിടെ എംപ്ലോയീസിന്റെ ഷോർട്ടേജ് വരാൻ പാടില്ല. അത്രേ ഉള്ളൂ. അതാണ് കോർപ്പറേഷന്റെ ഒരു നിയമം അവിടെ പറയുന്നത്. അത്ര മാത്രമാണ് അവിടെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് കൂടെയുള്ള ഒരാൾ ഇന്ന് അവധി എടുത്തിട്ട് നാളെ അപ്പൊ നിങ്ങൾക്ക് അവധി എടുക്കാം. അപ്പൊ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയി. അങ്ങനെയാണ് കേട്ടോ. അതായത് ഞായറാഴ്ച ദിവസം തന്നെ അവധി കിട്ടണം നിർബന്ധമില്ല. അല്ലാതെ നമുക്ക് വീക്കിലി ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് അവധി എടുക്കാം. പിന്നെ വരുന്നത് ഈ പറയുന്ന നമ്മുടെ ഈ ചുമന്ന അക്ഷരങ്ങളിൽ കിടക്കുന്ന ലീവുകൾ ഉണ്ടല്ലോ, ആ ദിവസങ്ങളൊക്കെ നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. ആ വർക്ക് ചെയ്യുന്നതിന് ഒരു കോമ്പൻസേറ്ററി ഓഫ് പിന്നീട് നമുക്ക് എടുക്കാം. നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം ചുമന്ന അക്ഷരത്തിൽ കിടക്കുന്ന ഒരു ദിവസം, സർക്കാർ സ്ഥാപനങ്ങൾക്കെല്ലാം അവധിയുള്ളൊരു ദിവസം നമ്മൾ ബിവറേജ് ഔട്ട്ലെറ്റിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു, നമ്മൾ LD ആണെന്ന് കരുതുക. സ്വാഭാവികമായിട്ടും അതിന് പകരം നമുക്ക് മറ്റൊരു ദിവസം, ഏതെങ്കിലും മറ്റൊരു ദിവസം അതിന് കോംബോ ഓഫ് എടുത്തുകൊണ്ട് ആ ഒരു ഇത് പരിഗണിക്കാൻ പറ്റും. അതാണ് മറ്റൊരു പ്രത്യേകത. പിന്നെ വരുന്നത് ഒരു വർഷത്തിലെ 12 കാഷ്വൽ ലീവും കിട്ടും, അതേപോലെ 12 സിക്ക് ലീവും ഉണ്ടാവും. അത് മറ്റൊരു ബെനിഫിറ്റ് ആണ്. അതാണ് പിന്നെ ലീവിന്റെ കാര്യത്തിൽ ഓർത്തിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഈ ഷോപ്പ്, അതായത് ഔട്ട്ലെറ്റുകൾ അവധിയുള്ള ദിവസങ്ങളെല്ലാം നമുക്കും അവധിയായിരിക്കും. എല്ലാ മാസത്തിന്റെ 1-ാം തീയതി ഔട്ട്ലെറ്റുകൾ അവധിയാണല്ലോ, അപ്പൊ നമുക്കും അവധിയായിരിക്കും. പിന്നെ ഇലക്ഷന് 2 ദിവസം മുമ്പും വോട്ട് എണ്ണുന്ന അന്നും ബിവറേജസ് ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കത്തില്ല. അന്ന് നമുക്ക് അവധിയായിരിക്കും. പിന്നെ അതേപോലെ ഡ്രൈ ഡേയ്സ് ഉണ്ടാവുമല്ലോ, ഡ്രൈ ഡേയ്സ്, അതായത് അത്തരം ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ ദുഃഖവെള്ളി, അതേപോലെ ജൂൺ 26, അതേപോലെ ശ്രീനാരായണ ഗുരു ജയന്തി, ഗുരു സമാധി, ഒക്ടോബർ 2, അതേപോലെ ജനുവരി 30. ഇത്തരം ദിവസങ്ങളെല്ലാം ഡ്രൈ ഡേയ്സ് ആയിട്ട് ആചരിക്കുന്ന ദിവസങ്ങളാണ്. അപ്പൊ അത്തരം ദിവസങ്ങളിലൊന്നും ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കത്തില്ല. അന്നൊക്കെ നമുക്ക് അവധിയായിരിക്കും. പിന്നെ അടുത്തതായിട്ട് ചോദിക്കാനുള്ള നിങ്ങളുടെ ഏറ്റവും വലിയ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാലറി എങ്ങനെയാണെന്നുള്ളതാണ് ചോദ്യം. അപ്പൊ സാലറി ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ LDയുടെ സാലറിയില് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മളിപ്പോ നിലവിലെ നിങ്ങൾ നോക്കേണ്ടത് നമ്മുടെ സാധാരണ വേരിയസ് LDC ഉണ്ടല്ലോ, സാധാരണ നമ്മൾ എഴുതുന്ന LDC, അതിന്റെ ബേസിക് ആയിട്ട് മാറിയിരിക്കുവാണ് ഇതും. അതായത് നിലവിലെ ബിവറേജസ് കോർപ്പറേഷനിലെ LD ആയിട്ട് കയറുന്ന ഒരു വ്യക്തിക്ക് ബേസിക് പേ എന്ന് പറഞ്ഞാല് 26,500 ആണ്. ആ 26,500 രൂപ ബേസിക്കും, പിന്നെ DA വരുന്നുണ്ട്, HR വരുന്നുണ്ട്, ഷോപ്പ് അലവൻസ് ഈ 420 രൂപ ഷോപ്പ് അലവൻസ് ആണ്. അതായത് നിങ്ങൾ വൈകുന്നേരം 5 മണി മുതൽ 9 മണി വരെ വർക്ക് ചെയ്യുവാണെങ്കിൽ എത്ര ദിവസമാണോ നിങ്ങൾ പറയും, എന്തായാലും നമ്മൾ പോകുന്ന ദിവസം എന്തായാലും വർക്ക് ചെയ്യും. കാരണം നമുക്ക് പൈസ കളയാൻ നമ്മൾ ആരും നോക്കത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ ഒരു പോകുന്ന ദിവസം എന്തായാലും രാത്രി 9 മണി വരെ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിനൊരു ഷോപ്പ് അലവൻസ് കൂടി നമുക്ക് കിട്ടും. അതാണ് പ്രത്യേകത. അത് തന്നെ ഏകദേശം നമുക്കൊരു 10-23 ദിവസം നമ്മൾ വർക്ക് ചെയ്യുവാണെങ്കിൽ തന്നെ ഏകദേശം ഒരു 10,000 രൂപയോളം ഷോപ്പ് അലവൻസ് ആയിട്ട് മാത്രമായിട്ട് കയ്യിൽ കിട്ടും. അപ്പൊ ചുരുക്കി പറഞ്ഞാല് എങ്ങനെ പോയാലും ഒരു
26 ഒരു 38,000 ആ റേഞ്ചിലെ ഒരു LD ആയിട്ട് കയറുന്ന ഒരു വ്യക്തിക്ക് 38,000 to 40,000 രൂപ വരെ സാലറി പ്രതീക്ഷിക്കാവുന്നതാണ്. സാധാരണ ഈ OA ആയിട്ട് കയറുന്ന വ്യക്തികൾ ഇപ്പോൾ വാങ്ങിക്കുന്ന സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 35,000+ ആണ്. 35,000 രൂപയോളം അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ട്. അപ്പൊ LD ആയിട്ട് കയറുന്ന ഒരു വ്യക്തിക്ക് ഒരു 38,000 മുതൽ 40,000 രൂപ വരെ സാലറി പ്രതീക്ഷിക്കാവുന്നതാണ്. ഇൻ ഹാൻഡില് അവരുടെ കയ്യിലേക്ക് അത്രയും സാലറി കിട്ടും. അതാണ് മറ്റൊരു പ്രത്യേകത. പിന്നെ ഇതിനകത്ത് ഈ ഒരു തസ്തികയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്തെന്നറിയോ? അതായത് എല്ലാവരെയും ആകർഷിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ഓണത്തിന് നമുക്ക് ബോണസ് കിട്ടും. ആ ബോണസ് എന്ന് പറഞ്ഞാൽ സാധാരണ ബോണസ് അല്ല. ഈ സർക്കാർ സർവീസിൽ ഇരിക്കുന്ന ആളുകൾക്ക് ബോണസ് കിട്ടുന്നത് എങ്ങനെയാണ്? അതായത് 4,000 രൂപ 5,000 രൂപയൊക്കെയല്ല സാധാരണ നമുക്ക് ഓണത്തിന് ബോണസ് ആയിട്ട് കിട്ടുന്നത്. ഇവിടെ അങ്ങനല്ല. ഇവിടെ 85,000 90,000 രൂപയൊക്കെയാണ് ബോണസ് ആയിട്ട് കിട്ടുന്നത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 90,000 രൂപയോളം ബോണസ് വാങ്ങിച്ച ആൾക്കാരുണ്ട്. അതാണ് ഈ ഒരു തസ്തികയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഇതാണ് നമ്മുടെ ബിവറേജ് LDയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത കേട്ടോ. ഇനി അവസാനമായിട്ട് നോട്ടിഫിക്കേഷൻ വന്നത് 2021 നവംബർ 30 നോട്ടിഫിക്കേഷൻ വന്നത്. അതിനുശേഷം കോവിഡ് ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് പരീക്ഷ കൃത്യമായിട്ട് നടത്താൻ സാധിച്ചില്ല. 2023 പിന്നീട് പരീക്ഷ നടക്കുന്നത്. ഇവിടെ മക്കളെ 2023 പരീക്ഷ കഴിഞ്ഞിട്ട് 2024 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. അതായത് ഫെബ്രുവരി മാസം 6 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. ആ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റ് ഫെബ്രുവരി മാസം 6 നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നത് 2027. കാരണം 3 വർഷമാണല്ലോ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി. അപ്പോൾ 2027 ഫെബ്രുവരി 5 ആ റാങ്ക് ലിസ്റ്റ് അവസാനിക്കും. അതായത് 2027 ഫെബ്രുവരി 6 പുതിയ റാങ്ക് പട്ടിക നിലവിൽ വരണം. അപ്പോൾ 2027 പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണമെങ്കിൽ 2025 നോട്ടിഫിക്കേഷൻ വന്ന് 2026 പരീക്ഷ നടക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് 2025 ഈ അവസാനം നമ്മൾ തീർച്ചയായിട്ടും ബിവറേജസ് കോർപ്പറേഷനിലെ LD നോട്ടിഫിക്കേഷൻ നമ്മൾ തീർത്തും പ്രതീക്ഷിക്കുന്നു. 2026 പരീക്ഷ നടക്കുന്നു. 2027 റാങ്ക് ലിസ്റ്റ് നിലവിൽ വരും. അപ്പൊ ചുരുക്കി പറഞ്ഞാല് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് മുതൽ നോക്കിക്കഴിഞ്ഞാല് പഠിക്കുവാൻ ഒരു ഏകദേശം 1 വർഷ സമയം കിട്ടും. പഠിക്കാൻ 1 വർഷം കിട്ടുമെന്ന് തന്നെ ചുരുക്കമാണ്. അപ്പൊ അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ദിവസങ്ങളെ പ്ലാൻ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ബിവറേജസ് കോർപ്പറേഷനിലെ LD പരീക്ഷ നിങ്ങൾക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കും. ഇനി മറ്റൊരു പ്രശ്നം, ഈ പറയുന്നതിലെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ മെയിൻ ലിസ്റ്റിലെ 1619 ഉദ്യോഗാർത്ഥികളെയാണ് മെയിൻ ലിസ്റ്റിലെ ഉൾപ്പെടുത്തിയത്. ഇപ്പൊ നിലവിലെ 2024 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. 2025 എന്ന് പറയുമ്പം 1 വർഷം കംപ്ലീറ്റഡ് ആയി. അത് കഴിഞ്ഞ് ഫെബ്രുവരി കഴിഞ്ഞിട്ട് മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, അതായത് ചുരുക്കി പറഞ്ഞാല് 12 ഒരു 16-17 മാസം കഴിയുമ്പോൾ, അതായത് 1 വർഷവും അല്ലപ്പോട്ടെ ഒരു 1.5 വർഷം കഴിഞ്ഞു എന്ന് തന്നെ കരുതുക. ഈ 1.5 വർഷം കഴിയുമ്പോൾ പോലും റാങ്ക് ലിസ്റ്റിലെ 1600 ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്തിയിട്ട് പോലും അഡ്വൈസ് പോയിരിക്കുന്നത് 200+ അഡ്വൈസുകൾ മാത്രമാണ് പോയിരിക്കുന്നത്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാല് അവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, ഇത്രയും വലിയ ജംബോ ലിസ്റ്റ് ആണെങ്കിൽ പോലും നിയമനം വളരെ കുറവാണ് എന്നുള്ള യാഥാർത്ഥ്യത ഞാൻ ഒരിക്കലും നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നില്ല. സത്യസന്ധമായ കാര്യം തന്നെയാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് ഇങ്ങനെ ഇവിടെ ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഈ 1619 പേർക്കും ജോലി കിട്ടണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. 1ാം റാങ്ക്, ആദ്യത്തെ റാങ്ക് വാങ്ങിക്കാൻ ജോലിക്ക് പോകും, അത്രേ ഉള്ളൂ. അവിടെ നിങ്ങൾ പറയരുത് അയ്യോ 1619 പേരെ ലിസ്റ്റിനകത്ത് ഇട്ടു, 1000 പേരെ പോലും എടുത്തില്ലല്ലോ എന്നൊന്നും പറയരുത് നിങ്ങൾ. അതൊക്കെ ഒരു തട്ടുമുട്ട് ന്യായങ്ങളാ. നിങ്ങളുടെ പേര് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ 7ാമതാണ് കിടക്കുന്ന, നിങ്ങൾക്ക് ജോലി കിട്ടത്തില്ലേ? അല്ലെങ്കിൽ 28ാമതാണ് കിടക്കുന്ന, ജോലി കിട്ടത്തില്ലേ? നിങ്ങളുടെ റാങ്ക് കിടക്കുന്ന 750 ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ പറയരുത് എന്റെ പേര് റാങ്ക് ലിസ്റ്റിനകത്തുണ്ട് അതുകൊണ്ട് എനിക്ക് ജോലി കിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ പഠിക്കുമ്പോൾ നിങ്ങൾ നല്ല മാർക്ക് നേടി റാങ്ക് ലിസ്റ്റിലെ ആദ്യ ഭാഗത്തേക്ക് നിങ്ങളുടെ പേരെത്തിക്കുക. അതേ ഇവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ.
അതല്ലാതെ മറ്റുള്ളവർ പറയുന്നതിന്റെ പുറകിന് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ പുറകിന് പൊക്കോണ്ടിരിക്കത്തേ ഉള്ളൂ. ഒരുപാട് ന്യായങ്ങൾ നമുക്ക് സ്വാഭാവികമായിട്ട് ജീവിതത്തിൽ പറയുവാൻ സാധിക്കും. ആ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ പോകത്തേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് അത് നോട്ടിഫിക്കേഷൻ വന്ന തസ്തികയാണെങ്കിൽ അതിനകത്ത് നിയമനങ്ങൾ തീർച്ചയായിട്ടും നടക്കും. ആ നിയമനങ്ങൾ നടക്കുമ്പോൾ നമ്മളുടെ പേര് ആദ്യത്തെ 100-നകത്തേക്ക് എത്തിക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. അല്ലാതെ നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഈ 1.5 വർഷം കഴിയുമ്പോൾ പോലും റാങ്ക് ലിസ്റ്റിന്റെ ഒരു 8-1 ഉദ്യോഗാർത്ഥികളെ മാത്രമേ എടുത്തിട്ടുള്ളൂ, അഡ്വൈസ് പോയിട്ടുള്ളൂ. ഇത് പറയുന്നത് 14/5/2025 ഒരു അഡ്വൈസ് നിലയാണ് ഇപ്പോൾ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞത്. പക്ഷേ ഈ 1619 ഉദ്യോഗാർത്ഥികളെ മെയിൻ ലിസ്റ്റ് ഉൾപ്പെടുത്തുമ്പോൾ പോലും കട്ട് ഓഫ് നോക്കിക്കേ. കട്ട് ഓഫ് 76.67 എന്ന് പറയുന്ന വലിയൊരു കട്ട് ഓഫാ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും. അതായത് ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾ, അതായത് 1600-ലധികം ഉദ്യോഗാർത്ഥികൾ 76-ലധികം മാർക്ക് വാങ്ങിച്ചിട്ട് പോലും അവർക്ക് ഇതുവരെയും നിയമനങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യത. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണം. വലിയ ഒരു കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു തസ്തിക. കാരണം സാധാരണ LD പോലെ അല്ല. കാരണം സാധാരണ LDക്ക് കിട്ടുന്ന സാലറി അല്ല ഇവിടെ കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് പുതിയ പേ റിവിഷൻ ഒക്കെ ഇവിടെ കോർപ്പറേഷനിൽ വന്നതുകൊണ്ട് സാധാരണ LDയെക്കാളും ഉദ്യോഗാർത്ഥികൾ സാലറി നോക്കിയിട്ട് ബിവറേജസ് കോർപ്പറേഷൻ LD തിരഞ്ഞെടുക്കാറുണ്ട്. അവിടെ സമയമല്ല നോക്കുന്നത്, കുറച്ചുകൂടെ സാലറി കിട്ടുമല്ലോ എന്ന് കരുതി ആൾക്കാർ ഏകദേശം ഒരു 10,000-8,000 രൂപയുടെ അധികം കിട്ടുമല്ലോ, ഷോപ്പ് അലവൻസ് മാത്രം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ വളരെ ഭംഗിയായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടത്. അവിടെ കൺഫ്യൂഷനോ അല്ലെങ്കിൽ ക്ലാരിറ്റി കുറവോ ഒന്നും നിങ്ങൾക്ക് ഇനി ഉണ്ടാവത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വളരെ ഭംഗിയായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകണം. 2025-2026 കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡിഗ്രി ലെവൽ പരീക്ഷകൾ 7 ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനലിനകത്ത് ആ വീഡിയോ കിടപ്പുണ്ട്, നിങ്ങൾ പോയി നോക്കണം. നിങ്ങൾ ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അത്തരം ആ 7 തസ്തികകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള ഒരുപാട് 7 ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ 2025-2026 കൂടി പ്രതീക്ഷിക്കുന്ന നോട്ടിഫിക്കേഷൻ ആണ്. അതേപോലെ തന്നെ 2025 അവസാനം 2026 കൂടി പ്രതീക്ഷിക്കുന്ന നോട്ടിഫിക്കേഷൻസ് ആണ് ഞാൻ ആദ്യം പറഞ്ഞ നമ്മുടെ ഏതൊക്കെയാ? വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പരീക്ഷ, ബിവറേജസ് കോർപ്പറേഷനിലേക്കുള്ള LD പരീക്ഷ, കമ്പനി ബോർഡ് LGS പരീക്ഷകൾ, അതേപോലെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, പിന്നെ +2 നിലവാരത്തിൽ വരുന്ന നമ്മുടെ എല്ലാ ഫോഴ്സ് പരീക്ഷകളും. കാരണം ഫോഴ്സ് പരീക്ഷകളുടെ എല്ലാം റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 1 വർഷമായതുകൊണ്ട് എല്ലാ വർഷവും നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? ബീറ്റ് വിളിക്കാം, അതേപോലെ എക്സൈസ് വിളിക്കാം, അതേപോലെ പോലീസ് വിളിക്കാമെന്ന് ഞാൻ കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പറയുന്നില്ല. അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന 2025-2026 കൂടി പ്രതീക്ഷിക്കുന്ന നമ്മുടെ +2 ലെവൽ യൂണിഫോം തസ്തികകളാണ്. അപ്പൊ നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ മുമ്പിലെ കൃത്യമായിട്ടൊരു വർഷം സമയം നല്ല രീതിയിൽ പ്രയോഗിച്ചു കഴിഞ്ഞാൽ, നല്ല രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു 10-40 വർഷം നമ്മുടെ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം, എങ്ങനെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തോടുകൂടി ഒരു ഗവൺമെന്റ് എംപ്ലോയി ആയിട്ട് എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ നിങ്ങൾ അടുത്ത ഒരു വർഷം നിങ്ങൾ വർക്ക് ചെയ്യുന്ന എഫോർട്ടിന്റെ റിസൾട്ട് ആണ് തീർച്ചയായിട്ടും അടുത്ത ഒരു 10-40 വർഷത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ റിഫ്ലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷന് കൃത്യമായ ഗൈഡൻസ് തരികയും ആ ഒരു ദിവസങ്ങൾ പോലും കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പരമാവധി ഔട്ട്പുട്ടുകൾ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുതിയ 10th 12th ലെവൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പരീക്ഷയുടെ പ്രത്യേകത 10th ലെവൽ ആണെങ്കിലും 12th ലെവൽ എക്സാം, അതായത് ബാച്ച് എന്നുള്ള രീതിയിലാണ് നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത്. ഈ 2 ക്വാളിഫിക്കേഷൻ ഉള്ള തസ്തികകൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വളരെ ഉപകാരപ്പെടുന്ന പുതിയ ബാച്ചുകളാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഏത് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരായിക്കോട്ടെ, ഇപ്പോൾ ഒരു 10th ലെവൽ പരീക്ഷയ്ക്കാണെങ്കിലും 12th ലെവൽ പരീക്ഷകൾക്കാണെങ്കിലും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു ബാച്ചാണ് 10th and 12th എക്സാം ബാച്ച് എന്ന് പറയുന്ന ഒരു ബാച്ച്. വളരെയധികം റിസൾട്ടുകൾ ഉണ്ടാക്കിയെടുക്കുവാനും ബേസ്മെന്റ് സ്ട്രോങ് ആക്കി എടുക്കുവാനും ഇത്തരം ബാച്ചുകളിലൂടെ നിങ്ങൾക്ക് സാധിക്കും. കൃത്യമായ ലൈവ് ക്ലാസ്സുകളും കൃത്യമായി ഒരു മെന്റർ നിങ്ങളെ ഓരോ ദിവസങ്ങളും മോണിറ്റർ ചെയ്തുകൊണ്ട് പരമാവധി ഔട്ട്പുട്ട് നിങ്ങൾക്ക് അവിടെ നേടിയെടുക്കുവാൻ സാധിക്കും. ബോർഡ് നമ്പറിലെ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ ഉറപ്പിച്ചുകൊണ്ട് വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് പോകാവുന്നതാണ്. 2025-2026 എന്ന് പറയുന്ന വർഷം ജീവിതത്തിലെ ഒരുപാട് നേട്ടങ്ങൾ കൊണ്ടുവരണം, വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു വർഷമാക്കി മാറ്റിയെടുക്കുവാൻ ഇപ്പോഴേ നമുക്ക് ഒരുമിച്ച് പഠിക്കാം, നല്ല രീതിയിൽ മുമ്പോട്ട് പോകാം. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.